ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് എക്സാമൊക്കെ അടുത്ത് വരികയാണ്. നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തി പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പം ഞാൻ ഇന്ന് വോയിസിൽ വരാൻ കാരണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നത് തദ്രിബാത്ത് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല. നിങ്ങൾക്ക് പാഠങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി തന്ന് അത് പഠിപ്പിക്കാനും ചോദ്യങ്ങൾ എവിടെയാണെന്നൊക്കെ പാഠഭാഗത്തിൽ തന്നെ അടയാളപ്പെടുത്തി കാണിച്ചു തന്ന് പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും മനസ്സിലാക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. അത് പറയാൻ കാരണം, എൻ്റെ വീഡിയോസിൽ എഴുത്ത് ക്ലിയർ ഇല്ല, നന്നായിട്ട് ക്ലിയറായിട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണ്? ഞാൻ പഴയ ബുക്കുകൾ, കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളുടെ ബുക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്തത്. അതിൽ തന്നെ പാഠഭാഗത്തിൽ അപ്ഡേഷൻ വന്ന് എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നാൽ ആ പാഠഭാഗം പുതിയ അതിൻ്റെ ബുക്കൊക്കെ സംഘടിപ്പിച്ച് ഞാൻ പിന്നെയും വീഡിയോ ചെയ്യാറാണ് പതിവ്. ഒരു പാഠഭാഗം തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ വീഡിയോ ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. അതിന് കാരണം പാഠഭാഗത്തിൽ വരുന്ന അപ്ഡേഷനുകൾ, അതാണ് കാരണം. അപ്പോൾ ഞാൻ എഴുതി തന്ന് അത് നോക്കി പകർത്തി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയല്ല എൻ്റെ ഈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധം ആ പാഠങ്ങൾ മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് വേണ്ട സഹായമായിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക, വീഡിയോ ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കാം, മനുഷ്യ സഹജമാണ്, നാവാണ്, വിചാരിച്ച പോലെ പറഞ്ഞെന്നോ ഒന്നും വരില്ല. അപ്പോൾ അതൊക്കെ വന്ന് ഞാൻ വീഡിയോ ആവർത്തിച്ച് കേട്ട് കട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സമയപരിമിതി മൂലം ചില ഭാഗങ്ങൾ കേൾക്കാൻ സാധിക്കാതെ വരാം, അത് വീഡിയോ പ്ലേ ആയിപ്പോവും. അപ്പം ഞാനത് ശ്രദ്ധയിൽ പെട്ടുപോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കട്ട് ചെയ്യാൻ വിട്ടുപോകാം, ചില ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വിട്ടുപോകാം, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തെറ്റുകളൊക്കെ വരുന്നത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ എനിക്ക് ഒരു വീഡിയോ പുതുതായിട്ട് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ വീഡിയോ ആവർത്തിച്ച് കേൾക്കാനാണ് എനിക്കിവിടെ സമയമില്ലാത്തത്. അതിൻ്റെ കാരണം, ഞാൻ വീട്ടിൽ ട്യൂഷനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയം കൂടി എനിക്ക് കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം. പിന്നെ ഞാൻ ഒരു തവണ കേൾക്കും, ഒരു തവണ ഞാൻ കേൾക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വീടല്ലേ ആരെങ്കിലും വരികയോ എന്തെങ്കിലും എൻ്റെ ശ്രദ്ധ മാറിപ്പോവുകയോ ചെയ്താൽ അവിടെ ആ വീഡിയോയിൽ അവിടെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചത് ഞാൻ കേൾക്കാതെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന തെറ്റുകളാണ് എൻ്റെ വീഡിയോയിൽ ഉണ്ടാകുന്നത്. അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞു തന്ന് പഠിപ്പിക്കുകയല്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തി തരാവുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്തുക, അല്ലാതെ പകർത്തി എഴുതാനുള്ള ഒരു ഉപാധിയായിട്ട് ആരും ഉപയോഗിക്കരുത്. ചെറിയ കുട്ടികൾ 1-ലും 2-ലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എൻ്റെ വോയിസ് കേട്ട് പാഠഭാഗത്തിൽ കുട്ടികൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക, അവരെ കൊണ്ട് അതിൽ നിന്ന് നോക്കി എഴുതിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എഴുതുമ്പം അക്ഷരങ്ങൾ പറഞ്ഞ് എഴുതാനൊക്കെ പ്രത്യേകം പറയാം. അപ്പോഴാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെങ്കിൽ അത് ഒന്ന് മനസ്സിൽ പതിഞ്ഞ് എളുപ്പം പഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.